ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ലിറ്റഡ് ടോപ്പിൻ്റെയും ഒരു സ്ട്രെയിറ്റ് ബോട്ടത്തിൻ്റെയും വീഡിയോ ആണ് പറയണത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് സ്ലിറ്റഡ് ടോപ്പ് ചുരിദാർ ടൈപ്പ് ഞാൻ ചെയ്യണത്. ഇനി അങ്ങോട്ടേക്ക് ഇനി വരണുണ്ട് കേട്ടോ, ആ സ്ലിറ്റഡ് ടോപ്പുകളുടെ ഡിസൈൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് പേസ്റ്റൽ ലവേഴ്സിനൊക്കെ പറ്റാവുന്ന ടൈപ്പിലാണ് ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തത്. സെയിം കളറിൽ തന്നെ ക്രേപ്പും എടുത്തിട്ടുണ്ട്. ബോട്ടവും ടോപ്പും സെയിം കളർ തന്നെയാണ് വരുന്നത്, കോൺട്രാസ്റ്റ് ഒന്നല്ല. അതിൽ ഡിസൈൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വർക്ക് മെറ്റീരിയൽ കിട്ടും. നമ്മളുടെ ഈ ഒരു വെഡ്ഡിങ് ഗൗൺസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാച്ച് ചെയ്യണ പാച്ചാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാച്ച് വെച്ചിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്യണേ. സിമ്പിൾ ഡിസൈനാണ്. ബോട്ടത്തിലും ചെറുതായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട്, ടോപ്പിലും ചെറുതായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. ജോർജറ്റ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് മേടിക്കാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയലാണ്. അധികം റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പാച്ച് മെറ്റീരിയൽ ഇച്ചിരി റേറ്റ് വരുന്നതാണ്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 6 വർഷത്തോളം പഴക്കമുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു വെച്ചതാണ്. ഇനി അഥവാ ഇത് കയ്യിലില്ലാത്തവരാണെങ്കിൽ നമുക്കത് മേടിക്കേണ്ടി വരും. മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇതിന് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമ്മൾ പാച്ച് മെറ്റീരിയൽ ചോദിച്ചാൽ തന്നെ 1000 സംതിങ് ആണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതുപോലത്തെ കട്ട് ബീഡും പേൾസും ഒക്കെ വരുമ്പോഴാണ് അതിന് റേറ്റ് വ്യത്യാസം വന്നത്. അപ്പം അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മെറ്റീരിയൽ മേടിച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റൈൽസിൽ 1/2 മീറ്ററിൽ കുറവ് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പം നിങ്ങളൊന്ന് എണ്ണി നോക്കുക, നിങ്ങളുടെ ഈ മോട്ടീവ്സുകൾ എത്ര, ഒരു 1/2 മീറ്ററിൽ എത്ര എണ്ണം വരണുണ്ട് എന്നുള്ളത് എണ്ണി നോക്കിയിട്ട് മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ 2 പേർക്കൊക്കെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ മോട്ടീഫുകളുടെ എണ്ണം എണ്ണിയിട്ട് 1/2 മീറ്ററിൽ ഇപ്പോൾ ഒരു 10 എണ്ണം വരണുണ്ടെങ്കിൽ അത് മതിയാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 1/4 മീറ്റർ വീതം പോയിന്റ് കണക്കിന് ഇത് കട്ട് ചെയ്ത് തരുമെങ്കിൽ അത്രയും ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരാൾക്കൊരു 5-6 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 7 എണ്ണം മാക്സിമം അത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോട്ടീഫ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. ഓരോന്ന് കട്ട് ചെയ്തിട്ട് തുന്നണമെങ്കിൽ തുന്നാം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഗം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ലൈനിങ് നന്നായി അയൺ ചെയ്തതിന് ശേഷം സീം അലവൻസ് ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ വിടുക. അതിനുശേഷം 6 ഇഞ്ചാണ് ഞാൻ ഷോൾഡറിൻ്റെ ഒരു വൈഡ് അടയാളപ്പെടുത്തിയാണിത് കേട്ടോ. 5.5 ഇഞ്ചാണ് മിഡാം ഹോൾ ലെങ്ത്ത് വന്നേണത്. 9 ഇഞ്ച് ചെസ്റ്റ് അളവ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഹരിച്ചപ്പോഴാണ് എനിക്ക് 9 ഇഞ്ച് കിട്ടിയാണത്. ശേഷം നമ്മളുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. 13.5 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ റൗണ്ട് വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് 28ൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടി അതിനെ 4 കൊണ്ട് ഹരിച്ചപ്പോഴാണ് ഈ 7.5 കിട്ടിയത്. ശേഷം സ്റ്റൊമക്കിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചിൽ 8.5 ഇഞ്ച് അതിൻ്റെ റൗണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 ഇഞ്ച് ലൂസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ സ്ലിറ്റ് അളവാണ് അടയാളപ്പെടുത്തുന്നത്. അതും എനിക്ക് ചെസ്റ്റ് അളവ് പോലെ തന്നെ 9 ഇഞ്ചാണ് കിട്ടിയത്. ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം സ്ലിറ്റ് അളവ് ഇപ്പോൾ 9 ആണ് എൻ്റെ റൗണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് ഒരു 11 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ മാർക്ക് ചെയ്താണ് എല്ലാ പോയിന്റുകളും ഒരുമിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുക. സ്ലിറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു നോച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ശേഷം സ്ലിറ്റ് വരെ നമ്മൾ ഒരു 2 ഇഞ്ച് സീം അലവൻസ് വിട്ടതിന് ശേഷം സ്ലിറ്റ് മുതൽ ഫുൾ ലെങ്ത്ത് വരെ നമ്മൾ ഓരോ ഇഞ്ച് സീം അലവൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മെഷർമെൻറ്റ്സ് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ദിവസം ഈ ഒരു ചുരിദാറിൻ്റെ എങ്ങനെയാണ് ഞാൻ മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ മെഷർമെൻറ്റ് എല്ലാം കണ്ടുപിടിക്കണത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് പോയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ കൃത്യത്തിൽ തന്നെ എത്ര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യണം, എങ്ങനെയാണ് കിട്ടണമെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ഇതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ 1.5 ഇഞ്ച് മുകളിലോട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ഒരു എൽ ഷേപ്പ് 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ റൗണ്ട് ചെയ്തെടുത്തത്. ശേഷം 3 ഇഞ്ച് നെക്ക് വൈഡും 3 ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്തിട്ട് അതൊരു സ്ക്വയർ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിത് ക്യാൻവാസിലല്ല നെക്ക് ഫിനിഷ് ചെയ്യണത്, ക്രോസ് പീസ് വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെയിൻ പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ആം ഹോളിൽ നമ്മൾ സീം അലവൻസ് വിട്ടിട്ട് ഈ മാർക്ക് ചെയ്ത് വെച്ചാണ് എല്ലാ പോർഷനും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്യാനും മറക്കരുത്. അതിനുശേഷം ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്ത് മാറ്റണത്.
സ്ലിറ്റഡ് ടോപ്പ് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ലിറ്റിൻ്റെ അവിടെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്ലിറ്റ് കൃത്യത്തിൽ തന്നെ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ശേഷം നമ്മൾ ട്രേസിംഗ് വീൽ വെച്ചിട്ട് അതിൻ്റെ മാർക്കിംഗ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ബാക്ക് പോർഷനിലും നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ ഞാൻ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ടക്ക് അളവ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മെയിൻ മെറ്റീരിയൽ ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കും ഫ്രണ്ടും നെക്കും അടക്കം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നെക്ക് ഓൾറെഡി ലൈനിങ്ങിലാണ് ഞാൻ കട്ട് ചെയ്തത്, മെയിൻ മെറ്റീരിയലിൽ ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തിട്ടില്ല. മെറ്റീരിയൽ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അധികം അറിയാത്തവരാണെങ്കിൽ ഒരു ബോൾ പിന്ന് വെച്ചിട്ട് നമ്മൾ ഈ ലൈനിങ് മെയിൻ മെറ്റീരിയലോട് കൂടിയിട്ട്, അതായത് ഈ ജോർജറ്റോട് കൂടിയിട്ട് നമ്മൾ ഒന്ന് പിൻ ചെയ്തിട്ട് ഈ ലൈനിങ് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വൃത്തികേടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ ലൈനിങ് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നെക്കിൻ്റെ പോർഷൻ ആ ലൈനിങ് മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയാൻ മറക്കരുത്. അതിനുശേഷമാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നമ്മൾ ജോയിൻ ചെയ്ത പോലെ തന്നെ ബാക്കും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ബാക്കിൽ ബാക്ക് ടക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോൾ ബാക്ക് ടക്കിൻ്റെ ആ ഒരു പോയിന്റ് വന്നുകൊടുത്ത് ഇതുപോലെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും യോജിപ്പിച്ച് നമ്മളൊരു സ്റ്റിച്ച്, ഒരു സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുക്കുക. ആ ഒരു ടക്ക് പോയിന്റിൻ്റെ അവിടെ സ്ട്രേറ്റ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ടക്ക് മാർക്ക് പിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ അല്ലെങ്കിൽ അത് അവിടെ ഒരു ചുളുക്കില്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ലൈനിങ്ങും മെറ്റീരിയലും സെപ്പറേറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മളുടെ ആ ഒരു ടക്ക് പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്യണത്. അതിനുശേഷം ഒരു ക്രോസ് പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നെക്കിൽ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെച്ചിട്ട് നെക്കിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ ഈ ക്രോസ് പീസ് വെക്കണത്. അപ്പോൾ ആ ഒരു പോർഷൻ ഇതുപോലെ നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്തേണ ആ ഒരു ക്രോസ് പീസിൻ്റെ ഒരു സീം അലവൻസ് ഉണ്ടല്ലോ, അത് ആ കർവുകളുടെ പോർഷനിലെല്ലാം ഒരു ചെറിയൊരു നോച്ചുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം അത് ഒരു ചുളുക്കില്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്തേണ ആ ഒരു ക്രോസ് പീസിൽ ആ ബാലൻസ് വന്നേണ ആ ഒരു സീം അലവൻസ് പ്രസ് ചെയ്ത് അടിക്കാം. ശേഷം തിരിച്ച് മറിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നെക്ക് ഫിനിഷിംഗ് ആണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലെല്ലാം ഇത് ഒത്തിരി തവണ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ബാക്ക് ചെയ്ത പോലെ തന്നെ ഫ്രണ്ടും നമ്മൾ നെക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു എളുപ്പപ്പണി കൂടിയാണ്. നമുക്ക് തുന്നേണ്ട ആവശ്യമില്ല. സ്റ്റിച്ചിങ് പെട്ടെന്ന് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് നല്ലതായിരിക്കും. കാരണം ഹെം ചെയ്യാനുള്ളൊരു ടൈം പോവില്ല. അതുപോലെ തന്നെ നെക്ക് ക്യാൻവാസ് വെക്കുമ്പോൾ ഇച്ചിരി ടൈം നമുക്ക് കൂടുതൽ വേണമല്ലോ. അതിൻ്റെ അത്രയും നമുക്ക് ഈ ഒരു പീസ് കൊണ്ട് ഇങ്ങനെ നമ്മൾ മറിച്ചടിക്കുമ്പോൾ നമുക്ക് അത്രയും ടൈം വരില്ല. അപ്പോൾ ടൈം വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് അത്ര ബിസിയുള്ള സന്ദർഭത്തിലൊക്കെയാണ് പെട്ടെന്നൊരു ടോപ്പ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യണത്. ക്ലോസ് ചെയ്തടിക്കല്ല, ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ഞാൻ കൊടുത്തേണത് കേട്ടോ. ഞാൻ ഈ ടോപ്പ് ഒരു സ്ലീവ്ലെസ് ടോപ്പായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഷോൾഡർ ബട്ടൺ വെക്കണമെങ്കിൽ ഒരു ലൂപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കണത് ബെറ്റർ ആയിരിക്കും. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ അതൊരു സേഫ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും കേട്ടോ. നമുക്കൊരു ഷോൾഡർ ബട്ടൺ വെക്കാനുള്ളൊരു പ്രസ്സിങ് ലൂപ്പ് നമ്മൾ വെച്ച് കൊടുക്കണത്. അതിനുശേഷം നമ്മൾ ആം ഹോൾ ഫിനിഷ് ചെയ്യാണ് ചെയ്യണത്. ഇതുപോലെ തന്നെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത പോലെ തന്നെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അത് തിരിച്ച് മറിച്ചെടുത്ത് അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇപ്പം ഈ ഒരു മോഡൽ സ്ലീവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ സ്ലീവ് വെക്കണോണ്ട് കുഴപ്പമില്ല. അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ബൈസെപ്സിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഷോൾഡർ കഴിയണോടത്തും സ്ലീവ് തുടങ്ങണോടത്ത ഭാഗത്തും ഈ പാച്ചുകൾ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു മോഡലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്ലീവ് ഇല്ലാതെയാണ് ഇത് ചെയ്തത്. സ്ലീവ് ആവശ്യമുള്ളവർക്ക് സ്ലീവിൻ്റെ എൻഡിലും വേണമെങ്കിൽ പാച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ബൈസെപ്സിൻ്റെ പോർഷനിൽ, അതായത് ഹാഫ് സ്ലീവിൻ്റെ പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് പാച്ച് വെച്ചിട്ട് നമുക്ക്
സ്ലീവ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ റൈറ്റ് സ്ലീവ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാച്ച് മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാച്ച് ഇതുപോലെ നമ്മൾ സൈഡിലത്തെ ആ പ്ലെയിൻ നെറ്റ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമുള്ള അത്ര ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഓരോ മോട്ടീഫ് വീതമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ തിക്കായിട്ടുള്ളൊരു വർക്ക് വേണം എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ച് പാച്ചുകൾ ഉണ്ടെങ്കിൽ 2-3 വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കണം നമ്മൾ ആദ്യം തന്നെ. അതിനുശേഷം അത് ഹെം ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. അപ്പം ഞാൻ ബാക്കിലും ഫ്രണ്ടിലും ഓരോന്ന് വീതമാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലേസിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ നെക്കും ആം ഹോളും വരണ കാരണം സ്ലീവ്ലെസ് ആണ്, അപ്പോൾ അത് കൃത്യത്തിൽ തന്നെ വെച്ച് അതിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ പോർഷൻ നമ്മുടെ പാച്ചിൻ്റെ ഒന്ന് പുറത്തോട്ട് നിന്നു എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു സെയിം കളർ നൂലിട്ടിട്ട് നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് ചുറ്റോട് ചുറ്റും നമ്മൾ ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഗ്ലൂ ഗൺ ഉള്ളവർക്കാണെങ്കിൽ ആദ്യം തന്നെ അത് ഗം ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ എൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കണതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഹെം ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്ലൂ ഗൺ ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല. പിന്നീട് അതായത് ഗമ്മ് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം എൻഡിലൊക്കെ ചെറിയൊരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മളുടെ 2 സൈഡിലും ഞാൻ ഈ പാച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ സൈഡ് കൂട്ടിയടിക്കുകയാണ് ചെയ്യണത്. അപ്പം നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെക്കുക. നോർമലി നമ്മൾ അടിക്കണ പോലെ തന്നെ നല്ല ഭാഗത്തിനോട് നല്ല ഭാഗം വെച്ചിട്ട് ആം ഹോൾ മുതൽ സ്ലിറ്റ് വരെയാണ് നമ്മൾ അടിക്കണത്. ആ സ്ലിറ്റിന്റെ അവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തണം. അപ്പൊ 2 അടി വീതം നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ ആം ഹോൾ മുതൽ സ്ലിറ്റ് വരെ നല്ല രീതിയിൽ കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഞാനപ്പോൾ 2 സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അടിയിൽ നിന്നാണ് പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിന്റെ ഏറ്റവും അടിയിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്യണ ടൈമിൽ പറഞ്ഞായിരുന്നു 1 ഇഞ്ചാണ് സ്ലിറ്റിന്റെ അവിടെ നമ്മൾ സീം അലവൻസ് വിടണേന്ന്. അതിനേക്കാളും കൂടുതൽ വിടണ്ട, കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ആ വിട്ടേണ ആ സീം അലവൻസ് അനുസരിച്ച് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ക്രേപ്പ് ലൈനിങ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചുളുക്കൊന്നും വരാതെ. അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചാണ് സ്ലിറ്റ് ജോയിൻ ചെയ്ത് വെച്ച ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് ഇതുപോലെ നമ്മളൊരു ചതുരം ഷേപ്പിൽ ഇതുപോലെ തിരിച്ച് മറിച്ച് അടിച്ചു വരാണ് ചെയ്യണത്. ഒത്തിരി പേർക്ക് ഇപ്പം ചുരിദാർ അടിക്കാൻ അറിയായിരിക്കും. പക്ഷെ അടിക്കാൻ അറിയാത്തവർക്ക്, ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ സ്ലിറ്റിന്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ചിലവർ നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ സ്ലിറ്റിന്റെ അവിടെ നമ്മൾ അടിക്കണ കണ്ടിട്ടുണ്ട്. അതുപോലെയല്ല, ഇതുപോലെ നമ്മൾ ആ സ്ലിറ്റ് ഒന്ന് ആദ്യമേ അടിച്ച് വെച്ചു കൊടുത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പല്ല, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അവിടെ കൊടുക്കുന്നതായിരിക്കും സ്ലിറ്റിന് എപ്പോഴും ഭംഗി. അപ്പോൾ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡും നമ്മൾ ഇതുപോലെ സ്ലിറ്റ് ഫിനിഷ് ചെയ്തെടുക്കാം. സ്ലിറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സ്ലിറ്റിന്റെ ആ ജോയിനിങ് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ചുളുക്ക് വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ സ്ലിറ്റ് അടിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് അയൺ ചെയ്യാൻ മറക്കരുത്. കാരണം സ്ലിറ്റ് ഇപ്പം ചെറിയൊരു പിരിച്ചിലുണ്ടെങ്കിലും കുറേയൊക്കെ നമുക്ക് അയൺ ചെയ്യണോട് കൂടിയിട്ട് നമുക്കത് ഫിനിഷിങ്ങിനോട് കൂടിയിട്ട് വരുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ 2 സ്ലിറ്റും നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അടിഭാഗം ഇതുപോലെ മടക്കി അടിക്കുകയാണ് ചെയ്യണത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിനോടൊപ്പം ഞാൻ സ്ട്രെയിറ്റ് ബോട്ടാണ് പെയർ ചെയ്തേണത്. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്